ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൺ അക്കാദമി. ഞാൻ മുഹമ്മദ് റോഷൻ. ഈ കോഴ്സിൽ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് PSC മുൻ വർഷങ്ങളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അവയാണ് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. അവ ഏതെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? 2005 ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് ആണ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുവാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ് CAG. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുവാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആരാണ്? CAG ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1976 ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അവകാശമുള്ളത് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുവാൻ അവകാശമുള്ളത് ഗവർണർക്കാണ്. സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുവാൻ അവകാശമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത്. ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യയിൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ഇന്ത്യയിൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടനയാണ് അയർലാൻഡ് ഭരണഘടന. അയർലാൻഡ് ഭരണഘടനയിൽ നിന്നുമാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവ നാം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞതാണ് ജവഹർലാൽ നെഹ്റു. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. പോക്സോ നിലവിൽ വന്നത് 2012 പോക്സോ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012 പോക്സോ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജോർജ് കുര്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജോർജ് കുര്യൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യമാണ്. ഫസൽ അലി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ജുനഗഡ്.
1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ജുനഗഡ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1953. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം കുറെ നേരമായിട്ട് നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ എക്സാമുകളിൽ ചോദിച്ചതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുമ്പോൾ അതിങ്ങനെ ടൈപ്പ് ചെയ്ത് പോരുന്നതാണ്. വിവരാവകാശ നിയമം പാസാക്കിയത് 2005. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ മാൾട്ട കോടതി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിൽ. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാൻ സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ്. രാജസ്ഥാൻ സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന പ്രവർത്തിച്ചത്. ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? അത് മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. നമ്മുടെ ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് രാജസ്ഥാൻ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളാണ്, കിസാൻ മസ്ദൂർ ശക്തി സംഘടന എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമത്തിലേക്ക് നയിച്ചത്. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കസ്റ്റംസ് തീരുവ. ഇത് ഒരുപാടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ. ഇത് PSC ചോദിച്ച ഒരു ചോദ്യം മാത്രമാണ്. ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 25. ദേശീയ സമ്മതിദാന ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണ്? ജനുവരി 25. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993. ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. അപ്പൊ ഇതുവരെ പറഞ്ഞ പോയിന്റുകളെല്ലാം നമുക്കൊന്നും കൂടെ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ്. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുവാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ് CAG. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അവകാശമുള്ളത് ഗവർണർക്ക്, അതായത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്ക്. പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവ നാം കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡ് ഭരണഘടനയിൽ നിന്നുമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പോക്സോ നിലവിൽ വന്നത് 2012. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജോർജ് കുര്യൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിരുന്നത് ഫസൽ അലിയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ. 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ജുനഗഡ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതിയായ മാൾട്ട കോടതി പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ്.
രാജസ്ഥാൻ സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടന പ്രവർത്തിച്ചത്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 25. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 12.